സിദ്ദിഖ് അല്പസമയത്തിനകം പുറത്തേക്കിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ ആദ്യമെത്തിയ സിദ്ദിഖിനെ പിന്നീട് കന്റോൺമെൻറ് സ്റ്റേഷൻ്റെ ഭാഗമായ കൺട്രോൾ സെൻറ്ററിലേക്ക് ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി അയക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ അന്വേഷണം നേരിടുന്ന സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. സിദ്ദിഖ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കമ്മീഷണർ ഓഫീസിൽ ഹാജരായെങ്കിലും ഹാജരാകാൻ ആവശ്യപ്പെട്ട സ്ഥലം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് താരത്തെ കന്റോൺമെൻറ് സ്റ്റേഷൻ്റെ ഭാഗമായ കൺട്രോൾ സെൻറ്ററിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് സിദ്ദിഖ് അങ്ങോട്ടൊരു മെയിൽ പോലീസിന് അങ്ങോട്ടൊരു ഇമെയിൽ സന്ദേശം അയക്കുന്നത്. അതിന് പിന്നാലെ പോലീസ് നോട്ടീസ് നൽകുകയും തുടർന്നുള്ള ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്നത് പോലുള്ള നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള നിർദ്ദേശത്തിലേക്ക് സുപ്രീം കോടതി എത്തിയതോടുകൂടി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുന്നു സിദ്ദിഖ്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അഖിൽ ഷാ. റിജിത്ത്, നിലവിൽ നടൻ സിദ്ദീഖിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ അത് പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയുന്നത് പോലെ തന്നെ പോലീസ് നോട്ടീസ് അയച്ചത് പ്രകാരം ഇന്ന് രാവിലെ 9:30 സിദ്ദീഖ് തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിലെത്തുന്നത്. അതിന് പിന്നാലെ അവിടെ നിന്ന് പോലീസിന്റെ സിറ്റി കൺട്രോൾ റൂമിലേക്ക് എത്തുകയായിരുന്നു. കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഈ സിറ്റി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ 2 മണിക്കൂറായി സിദ്ദീഖിനെ ചോദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ വിവരം അകത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ സിദ്ദീഖ് പുറത്തേക്കിറങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ് ഇവിടെയുള്ളവർ എല്ലാവരും ഉള്ളത്. സിദ്ദീഖ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനും നമ്മൾ ശ്രമിക്കും. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വിശദമായി നടത്താൻ തയ്യാറായിരുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ വിവാദമായ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ്, ആ കേസിൽ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ സിദ്ദീഖിന് ജാമ്യം അനുവദിക്കുന്നില്ല. നമുക്ക് അതിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സിദ്ദീഖിന് അനുകൂലമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരു ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സിദ്ദീഖ് പുറത്തേക്ക് ഇറങ്ങാനായി സിദ്ദീഖിന്റെ വാഹനം നിലവിൽ കന്റോൺമെന്റ് സ്റ്റേഷനിലെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ സിദ്ദീഖ് പ്രവേശിച്ച് ഇവിടെ നിന്ന് പോകുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് അറിയിക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കറിയുന്നത് പോലെ തന്നെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് ശേഷമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ചെയ്യാനായി ഒരു കത്ത് സിദ്ദീഖിന് ലഭിക്കുന്നത്. ആ കത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇത് വിശദമായൊരു ചോദ്യം ചെയ്യലല്ല, അത് പ്രാഥമികമായൊരു വിവരശേഖരണമാണ്. വിവരശേഖരണം നടത്തിയ ശേഷം വിട്ടേക്കുമെന്നുള്ള കാര്യവും പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് ഉണ്ടായത്. ഒരു പ്രാഥമികമായ ഒരു വിവരശേഖരണം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് പിന്നാലെ സിദ്ദീഖിനെ ഇപ്പോൾ വിട്ടേക്കുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷം സിദ്ദീഖിനെ ഘട്ടത്തിൽ വിട്ടേക്കുകയാണ്. ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു നടപടി, അത് ഏതെങ്കിലും തരത്തിൽ ഇനി സുപ്രീം കോടതി ഈ മാസം കേസ് പരിഗണിക്കുമ്പോൾ അവിടെ വെച്ച് ഒരു കസ്റ്റഡി അപേക്ഷ സിദ്ദീഖിന്റെ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചോദ്യം ചെയ്യൽ പ്രാഥമികമായ വിവരശേഖരണം പൂർത്തിയായതിനു ശേഷം സിദ്ദീഖ് പുറത്തേക്കിറങ്ങുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം സിദ്ദീഖ് മടങ്ങുകയാണ്. നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അറിയിച്ചിരുന്നു. പ്രാഥമികമായ വിവരശേഖരണത്തിനായാണ് സിദ്ദീഖിനെ വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ കോടതിയിൽ വീണ്ടും ഈ കേസ് വരുമ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബലാത്സംഗ കേസിൽ വലിയ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കുമൊക്കെ കാരണമായ ഈ ബലാത്സംഗ കേസിൽ അന്വേഷണം നേരിടുന്ന സിദ്ദീഖ് ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷം മടങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദ്യം അദ്ദേഹം തിരുവനന്തപുരത്തെ കമ്മീഷണർ ഓഫീസിലാണ് ഈ നടപടികളുടെ ഭാഗമായി എത്തിയത്. പക്ഷേ ഹാജരാകാൻ ആവശ്യപ്പെട്ട സ്ഥലം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖിനെ കന്റോൺമെൻറ് സ്റ്റേഷൻ്റെ ഭാഗമായ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ
SIT-യിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ 2 ആഴ്ചത്തേക്ക് സിദ്ദീഖിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹാജരാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ച് സിദ്ദീഖ് പോലീസിനെ അങ്ങോട്ട് സമീപിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെ താൻ ഈ വിവരശേഖരണത്തിന് ഈ ചോദ്യം ചെയ്യലുമായി അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, അതിൻ്റെ ഭാഗമായി ഹാജരാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പോലീസിനെ അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റിന് പരിരക്ഷയുള്ളതിനാൽ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൻ്റെ ഭാഗമായി തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം അന്വേഷണ സംഘത്തിന് മുമ്പിൽ വയ്ക്കുകയും ആ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊരു പ്രാഥമിക വിവരശേഖരണം എന്നുള്ള നിലയിലാണെങ്കിലും സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, നിർണായകമായ ചില തെളിവുകൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. 2016 തിരുവനന്തപുരത്തെ മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് നടൻ സിദ്ദീഖ് ബലാത്സംഗം ചെയ്തു എന്ന നടിയുടെ പരാതിയിലാണ് ഈ കേസ് രൂപപ്പെടുന്നത്. പിന്നീട് ഇതിൻ്റെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനകളൊക്കെ നിലനിൽക്കെ സിദ്ദീഖ് ഒളിവിൽ പോകുന്നതും പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഒളിവിൽ പോകുന്നതും പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതും 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് സുപ്രീം കോടതി തടയുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അഖിൽ ഷാ അൻസാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ പരാതിക്കാരിക്കെതിരായ ചില തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ള കാര്യം സിദ്ദീഖുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അഖിൽ ഷാ അൻസാർ? റിജിത്ത്, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് സിദ്ദീഖ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇതുവരെ വിശദീകരിച്ചുള്ള ഒരു പ്രതികരണത്തിന് ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ കൺട്രോൾ റൂം സിദ്ദീഖ് വിട്ടുപോയത്. എന്തായാലും ഇനി പോലീസിന്റെ നീക്കം കോടതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. അത് ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ ഇന്നത്തെ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അത് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാകും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. നമുക്കറിയുന്നത് പോലെ തന്നെ ഗുരുതരമായ ആരോപണമായിരുന്നു സിദ്ദീഖിന് നേരെ ഉള്ളത്. അത് വലിയ പ്രതിസന്ധിയിലാവുകയും അദ്ദേഹം ഈ അമ്മയിൽ നിന്നുൾപ്പെടെ ആ സ്ഥാനത്ത് നിന്നുൾപ്പെടെ രാജിവെക്കുന്ന തരത്തിലേക്ക് ഗൗരവമായ വിഷയത്തിലേക്ക് അത് മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചെങ്കിലും ഹൈക്കോടതി ആ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പിന്നാലെ സിദ്ദീഖ് ഒളിവിൽ പോയി. സിദ്ദീഖിനെ കണ്ടെത്താനായിട്ടുള്ള പോലീസിന്റെ ആദ്യഘട്ട ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്ന സ്ഥിതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ ഒളിവിൽ കഴിയുമ്പോൾ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഒരു അനുകൂല ഉത്തരവ്, ഒരു ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3 മണിക്കൂറാണ് സിദ്ദീഖിനെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിലായിരിക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 12-ന് ഈ മാസം 12-ന് ഹാജരാകാനാണ് നിർദ്ദേശം. അതായത് കുറെ കൂടി വിശദീകരിച്ചുള്ള ഒരു വിവരശേഖരണത്തിന് കൂടി പോലീസ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അതിന് ഈ മാസം 12-ന് ഇവിടെ ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും സിദ്ദീഖിന് നൽകിയിട്ടുണ്ട്. എന്തായാലും പരമാവധി വിവരങ്ങൾ സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് ശേഖരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. എന്തായാലും ഇത്തരത്തിൽ പ്രാഥമികമായി പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആ വിവരങ്ങൾ കൂടി കോടതിയിൽ സമർപ്പിക്കുക. കോടതിയിൽ സമർപ്പിച്ച ശേഷം കോടതിയെ ബോധ്യപ്പെടുത്തി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദീഖിന്റെ ചോദ്യം ചെയ്യൽ 3 മണിക്കൂറാണ് നീണ്ടത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള വിവരം കൂടി ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. 12-ാം തീയതി ഹാജരാകാനുള്ള നിർദ്ദേശം സിദ്ദീഖിന് അന്വേഷണ സംഘം നൽകിയിരിക്കുകയാണ്. അഖിൽ ഷാ അൻസാർ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത.